ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ശിവരാത്രി നോമ്പ് എടുത്തവർക്കെല്ലാം ഇത് നോമ്പ് തുറക്കുന്ന സമയത്ത് ഈ ഒരു പലഹാരം കഴിക്കും. ആ പലഹാരമാണ് ഇന്ന് തയ്യാറാക്കുന്നത്. ഇതെല്ലാവർക്കും അറിയായിരിക്കും. അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കിത് ഈ വീഡിയോ ഉപകാരപ്പെടും. ഒരു കപ്പ് മുത്താറി എടുത്തിട്ടുണ്ട്. മുത്താറി കഴുകി ഒരരിപ്പയിലേക്ക് ഇട്ടുകൊടുത്ത് ഒരു പാത്രം നല്ലപോലെ ചൂടാകുന്ന സമയത്ത് ഈ മുത്താറി അതിലേക്ക് ഇട്ടുകൊടുത്ത് ഇനി ഇതിൻ്റെ വെള്ളം ആറി കിട്ടുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെച്ച് ഇളക്കി കൊടുക്കണം. വെള്ളം ആറിക്കഴിഞ്ഞതിന് ശേഷം തീ ഒന്ന് കുറച്ച് വെക്കാം. തീ ഒന്ന് കുറച്ച് വെച്ച് നല്ലപോലെ ചൂടായി, മുത്താറിയെല്ലാം നല്ലപോലെ ചൂടായി ഓരോന്ന് പൊട്ടാൻ തുടങ്ങി. ഈ സമയത്ത് കുറച്ച് തീ കൂട്ടി കൊടുക്കണം. തീ കൂട്ടി കൊടുത്താൽ പെട്ടെന്ന് റാഗിയെല്ലാം മൂത്ത് കിട്ടും. നല്ലപോലെ മൂത്ത് വരുന്നുണ്ട്. ഇത് ഓരോന്ന് പൊട്ടുന്നത് കാണും. മുഴുവനായിട്ട് ഇങ്ങനെ പൊട്ടി തുടങ്ങി. ഇത് നല്ലപോലെ മൂത്ത് വന്നു റാഗി. ഇനി ഇത് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്ത് കുറച്ച് സമയം കൂടെ ഈ പാത്രത്തിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുത്താൽ എന്തെങ്കിലും മൂക്കാൻ ബാക്കിയുണ്ടെങ്കിൽ മൂത്ത് കിട്ടും. റാഗി മുഴുവനായി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മൂത്ത് കിട്ടും. ഓരോന്ന് തണുത്ത് തീ ഓഫ് ചെയ്ത ശേഷം പൊട്ടി വരുന്നുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതേ പാത്രത്തിലേക്ക് തന്നെ കുറച്ച് നിലക്കടല വറുത്തെടുത്ത് കുറച്ച് എള്ളും കൂടെ വറുത്തെടുക്കുന്നുണ്ട്. എള്ളും അതുപോലെ തന്നെ പൊട്ടി വരുന്നുണ്ട്. എള്ളിന് ഒരു പാത്രത്തിലേക്ക് തണിയാൻ മാറ്റി വെക്കാം. റാഗി തണുത്ത ശേഷം മിക്സി ജാറിലേക്ക് ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. റാഗി ഒന്ന് പൊടിച്ചെടുത്ത് ആ പൊടിച്ച പൊടിയിലേക്ക് തന്നെ വറുത്ത നിലക്കടല തൊലിയെല്ലാം കളഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് കറക്കിയെടുക്കാം. നിലക്കടല നൈസായിട്ട് പൊടിച്ചെടുക്കണ്ട, ഒന്ന് കറക്കിയെടുത്താൽ മതി. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. നെയ്യ് ഒഴിച്ചു കൊടുത്ത് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് നല്ലപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ശർക്കര പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മധുരത്തിന് ആവശ്യമുള്ള ശർക്കര ചേർത്ത് ശർക്കര ഒന്ന് മെൽറ്റായി വരണം. ശർക്കര മെൽറ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ചെറിയ തേങ്ങ ചേർത്ത് കൊടുക്കണം. ശർക്കര അതാ മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് ചെറിയ തേങ്ങ ചേർത്ത് ഇതിന് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. തേങ്ങയെല്ലാം ഇളക്കി യോജിപ്പിച്ച് എടുത്ത ശേഷം ഇതിലേക്ക് പൊടിച്ചു വെച്ച റാഗിപ്പൊടിയും ചേർത്ത് വറുത്ത എള്ളും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി തീ ഓഫ് ചെയ്ത് തണുക്കാൻ വെക്കുക. തണുത്ത ശേഷം ഇത് ഉരുളയാക്കി എടുക്കണം. ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റി തണുത്ത ശേഷം ഉരുളയാക്കി എടുത്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണിത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ശിവരാത്രിക്ക് എല്ലാവരും ഉണ്ടാക്കി കഴിക്കുന്ന ഒരു പലഹാരമാണിത്. നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ആണ് ഈ മുത്താറി ഉണ്ട. ഇതുപോലെ ഉണ്ടാക്കിയാൽ ഇതൊക്കെ കണ്ടില്ലേ, നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. താങ്ക് യു ഫോർ വാച്ചിങ്.